മെട്രോ ഏതൊരു സിറ്റിയുടെയും ലൈഫ് ലൈനായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മെട്രോ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പ്രെഡിക്റ്റബിലിറ്റിയാണ്. അതായത് എനിക്ക് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്താനായിട്ട് ഇത്ര മിനിറ്റ് എന്ന് പറഞ്ഞാൽ മെട്രോയിലാണെങ്കിൽ അത് പോസിബിളാണ്. വേറെ നമ്മളൊരു ബസ്സിൽ കയറിയോ അല്ലെ കാറിൽ പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാം, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. അത് ഒരു അഡ്വാൻറ്റേജ്, അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കൊച്ചി മെട്രോ വന്നതിന് ശേഷം ആണ് ഒരു മെട്രോ ലീസ്റ്റ് ഡിസ്റപ്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. കൊച്ചിൻ മെട്രോയുടെ തുടക്കം മുതലേ കൊച്ചിയുടെ ബാക്കിയുള്ള പെരിഫറൽ റോഡ്സ് കംപ്ലീറ്റ് നല്ല സ്റ്റാൻഡേർഡിൽ ചെയ്യാൻ സാധിച്ചതുകൊണ്ട് പണ്ട് അവോയ്ഡ് ചെയ്തിരുന്ന പല റോഡുകളും ഇപ്പോൾ കമ്മ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതും റോഡുകൾ ചെയ്തിരിക്കുന്നതിൻ്റെ ക്വാളിറ്റി തന്നെ വളരെയധികം നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇനി ഒരു 10 വർഷത്തേക്ക് ഒരു റോഡ് മെയിൻ്റനൻസ് എന്നുള്ള നിലയിൽ പൈസ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ആവശ്യം വരുന്നില്ല. കൊച്ചിയുടെ ഒരു പ്രത്യേകത കൊണ്ടും ഇപ്പോൾ മെട്രോ തന്നെ വാട്ടർ മെട്രോ പ്രോജക്റ്റും കൂടി ഇതിൻ്റെ കൂടെ കൊണ്ടുവരുന്നത് കൊണ്ടും കൊച്ചിൻ പ്രോബബ്ലി ഈസ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് സിറ്റി ഇൻ ദ കൺട്രി. കാരണം ബസ്, ട്രെയിൻ ആൻഡ് വാട്ടർ, ഇതെല്ലാം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഇതിൻ്റെ ടൂറിസം പോയിന്റ് ഓഫ് വ്യൂവിലും ഇതിന് ഹ്യൂജ് ഇമ്പാക്റ്റ് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.